അയലൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് അയലൂർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. മനുഷ്യൻ നേരിടുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വരും തലമുറയ്ക്ക് ആരോഗ്യമുള്ള സമൂഹത്തെ കൈമാറുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസുകൾ നൽകി. പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ലോകത്തിൽ തന്നെ എടുത്തു കാണിക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. സ്വന്തം നാട് എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ വൈവിധ്യങ്ങളാണ്, പ്രകൃതിയുടെ രമണീയതയാണ്, കടലും കായലുകളും നദികളും കൊണ്ട് സമ്പന്നമാണ്, മലനിരകളും സമതലങ്ങളും താഴ്വാരങ്ങളും കൊണ്ടും സമ്പന്നമാണ്. അവിടെയെല്ലാം മനസ്സിന് കുളിർമഴ പെയ്യിക്കുന്ന രൂപത്തിലേക്കുള്ള കാഴ്ചകളുണ്ട്. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും കാർഷിക മേഖലയിൽ ഒരു അഭിവൃദ്ധിയുണ്ട്. ആ നിലയിലാണ് ലോകത്തിൻ്റെ പല കോണുകളിലും മഴക്കാലമാണെങ്കിൽ ഒരേ മഴ പെയ്യും, മഞ്ഞുകാലമാണെങ്കിൽ മൂടിപ്പതിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെയാണ് ചൂടാണെങ്കിൽ അസഹ്യമായ ചൂടും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്ന തരത്തിലേക്കുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ നിന്നും ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റെജിന ചാന്ദ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മവിത വിശ്വനാഥൻ, MR രജനി, വാർഡ് മെമ്പർമാരായ പുഷ്പാകരൻ, ഉമാ സതീശൻ, വത്സല ശിവദാസൻ, സുമാ പരമേശ്വരൻ, ദേവദാസ്, ജിജോ റോയ്, പഞ്ചായത്ത് സെക്രട്ടറി മുകുന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മേരി സിൽവസ്റ്റർ, മെഡിക്കൽ ഓഫീസർ ബിജിഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.